ഒരു ദീപം പ്രോജ്വലമായതിന്റെയോ വന്ദനീയ മാതാജിയുടെ ജന്മത്തിന്റെയോ പരമപൂജ്യ ഗുരുദേവന്റെ സാധനയുടെയോ 100 വർഷങ്ങൾ മാത്രമല്ല കടന്നു പോകുന്നത്. അത് ഒരു ഈശ്വരീയമായ പദ്ധതിയുടെ 100 വർഷമാണ്. 1938 അഖണ്ഡ ജ്യോതി ആദ്യമായി പ്രസിദ്ധീകരിക്കാൻ തുടങ്ങിയപ്പോൾ കയ്യെഴുത്തു പ്രതികൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. അവയൊക്കെ സൈക്കിളിൽ വീട് വീടാന്തരം കൊണ്ടുചെന്ന് എത്തിക്കുകയായിരുന്നു. ആളുകൾ ചോദിച്ചു, അങ്ങ് പണം വാങ്ങുന്നില്ല, പ്രസിദ്ധീകരണം അച്ചടിച്ച് വിതരണം ചെയ്യുന്നില്ല, പിന്നെ ഇതെങ്ങനെ നിലനിൽക്കും? ഗുരുദേവൻ മറുപടിയൊന്നും പറഞ്ഞില്ല. പക്ഷേ അഖണ്ഡ ജ്യോതിയിൽ എഴുതി, മനുഷ്യനാണ് ജ്വലിപ്പിച്ചതെങ്കിൽ നാളെ കെട്ടുപോയേക്കാം, പക്ഷെ ഈശ്വരനാണ് ജ്വലിപ്പിച്ചതെങ്കിലോ അത് അഖണ്ഡ ജ്യോതിയായി മാറും. അഖണ്ഡമായി ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജ്യോതി ഞാനോ നിങ്ങളോ ജ്വലിപ്പിച്ചതല്ല, മറിച്ച് ഈശ്വരനാൽ ജ്വലിപ്പിക്കപ്പെട്ടതാണ്. ആ ഈശ്വരീയമായ പദ്ധതിക്കാണ് 100 വർഷം തികയുന്നത്. ഗുരുദേവൻ അഖണ്ഡ ജ്യോതിയിൽ എഴുതിയിട്ടുണ്ട്, ജീവിതകാലം മുഴുവൻ കുട്ടികളാണ് മുതിർന്നവരോട് ആവശ്യപ്പെടുക എന്ന്. മുതിർന്നവർ കുട്ടികളോട് ആവശ്യപ്പെടുന്ന ഒരു നിമിഷം ജീവിതത്തിൽ വരും. ഈ എല്ലാ ഗായത്രി പരിചരണങ്ങളും 2026 എന്ന വർഷത്തെ ഇതേ വിചാരത്തോടു കൂടി വേണം സമീപിക്കാൻ. അതായത് ഗുരുദേവൻ നമ്മളോടൊക്കെ ചിലതൊക്കെ ആവശ്യപ്പെടുന്നുണ്ട് എന്ന്.